ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചാൽ ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ PSC ബുള്ളറ്റിൻ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും വിട്ടു പോകരുത്. വരുന്ന പരീക്ഷകൾക്ക് റാങ്ക് മേക്കിംഗ് ആവുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്നായിരിക്കാം. അപ്പോൾ LSG ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Tiger Tramp 24 is the military exercise between India and Dash. Tiger Tramp ഏതാണ്? Tiger Tramp 24 is the military exercise between India and USA ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് ഇത് ടൈഗർ ട്രംപ്. കടുവകൾ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ഇതാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ളതാണ് ഇത് നമ്മുടെ ടൈഗർ ട്രംപ് എന്നത് മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം, ഉദയ് ഭാട്ടിയ ആൻ ഇൻവെന്റർ ഫ്രം ഡൽഹി വോൺ ദ ഡയന മെമ്മോറിയൽ അവാർഡ്. നിങ്ങൾക്കറിയാം, ദ ഗ്രേറ്റ് ഡയാനയെ അറിയാം. ഈ ഡയാനയുടെ പേരിലുള്ള അവാർഡാണ് ഡയന മെമ്മോറിയൽ അവാർഡ്. ഓൺ 14 മാർച്ച് 2024 ഉദയ് ഭാട്ടിയയ്ക്ക് കിട്ടി. ദ അതർ ഇന്ത്യൻ who was honored with the prestigious award along with ഉദയ് ഭാട്ടിയ ഈസ്. അപ്പോൾ 2024 ഡയന മെമ്മോറിയൽ അവാർഡ് കിട്ടിയത് 2 ഇന്ത്യക്കാർക്കാണ്. പൊതുവെ ഈ ഡയന മെമ്മോറിയൽ അവാർഡ് കൊടുക്കുന്നത് സോഷ്യൽ വർക്കേഴ്സിനും ഏതെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വർക്കേഴ്സിനുമാണ് കൊടുക്കുന്നത്. ഇത് ഒരാൾ ഉദയ് ഭാട്ടിയയ്ക്ക് കിട്ടി. മറ്റൊരാൾ ആരാണ്? ഓപ്ഷൻ എ ആണ്, മാനസി ഗുപ്തയാണ്. അപ്പോൾ ഡയന മെമ്മോറിയൽ അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഉദയ് ഭാട്ടിയയ്ക്കും മാനസി ഗുപ്തയ്ക്കുമാണ് കിട്ടിയത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം ഈസ് റീസെന്റ് ഇനാഗുറേറ്റഡ്. ഈ ഇടയ്ക്ക് അടുത്തായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വന്നു. അത് ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷയിലാണ്. ഓപ്ഷൻ സി ആണ്, ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിൽ എവിടെയാണ്? ഭുവനേശ്വറിലാണ്. അടുത്ത ചോദ്യം, സീനിയർ IAS ഓഫീസർ രാഹുൽ സിംഗ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ. രാഹുൽ സിംഗിനെ ഏതിന്റെ ചെയർപേഴ്സൺ ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്തത്? ഏതിന്റെയാണ്? നിലവിലെ CBSE ചെയർപേഴ്സൺ ആണ് ആര്? രാഹുൽ സിംഗ്. രാഹുൽ സിംഗ് CBSEയുടെ ചെയർപേഴ്സൺ ആണ്, മറക്കരുത്. രാഹുൽ സിംഗ് ആണ് CBSEയുടെ ചെയർപേഴ്സൺ. വിച്ച് ഡിസ്ട്രിക്ട് ഇൻ മഹാരാഷ്ട്ര ഹാസ് റീസെന്റ് റീനെയിംഡ് ടു അഹില്യ നഗർ. അഹില്യ നഗർ എന്ന് നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു ഡിസ്ട്രിക്റ്റിനെ റീനെയിം ചെയ്തു. അപ്പൊ മുമ്പത്തെ പേരെന്തായിരുന്നു? ഏതാണ്? പേര് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്ത് പറയാം. ഓപ്ഷൻ ഡി ആണ്, അഹമ്മദ് നഗർ ആണ്. അപ്പൊ അഹമ്മദ് നഗറിന്റെ പുതിയ പേരെന്താണ്? അഹില്യ നഗർ ആണ്. ഇത് മഹാരാഷ്ട്രയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. Who jointly won the prestigious Chameli Devi Jain Award 2024 for Outstanding Women Media Person of the Year. അതായത് വനിതാ മീഡിയ പേഴ്സണെ കൊടുക്കുന്ന അവാർഡാണ് ചമാലി ദേവി ജെയിൻ അവാർഡ്. ഇത് 2024 2 പേർക്കാണ് കിട്ടിയത്. ആർക്കൊക്കെയാണ് കിട്ടിയത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗ്രീഷ്മ കുതറിനും ഋതിക ചോപ്രയ്ക്കുമാണ്. ഗ്രീഷ്മ കുതർ ആൻഡ് ഋതിക ചോപ്ര won the prestigious ചമേലി ദേവി ജെയിൻ അവാർഡ് 2024. ഗ്രീഷ്മ കുതറിനും ഋതിക ചോപ്രയ്ക്കും. അടുത്ത ചോദ്യം നോക്കിയാലോ. Nosina Bhavan, located at Delhi Cantonment, inaugurated by Defence Minister Rajnath Singh on March 15, 2024, is the headquarters of. അതായത് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഇടയ്ക്ക് 2024 മാർച്ച് 15 നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ്
ഡൽഹി കന്റോൺമെന്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നോസിന ഭവൻ ഉദ്ഘാടനം ചെയ്തു. ഈ നോസിന ഭവൻ എന്നത് ഏതിന്റെ ഹെഡ് ക്വാർട്ടർ ആണ്? പേര് വെച്ച് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇതിന്റെയാണ് നോസിന നേവി, ഇന്ത്യൻ നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് നോസിന ഭവൻ. മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കും. നോസിന ഭവൻ ലൊക്കേറ്റഡ് ഇൻ ഡൽഹി ആണ്. എവിടെയാണ് അത് എന്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്? ഇന്ത്യൻ നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇത് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ആണ്. അടുത്ത ചോദ്യം, വിത്ത് വിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഹാസ് റീസെന്റ് സൈൻഡ് CSR agreement to collaborate on applied research. അപ്ലൈഡ് റിസർച്ച് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു CSR അഗ്രിമെന്റ് നമ്മുടെ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഏതോ ഒരു IIT-യുമായിട്ട് എന്ത് ചെയ്തു? സൈൻ ചെയ്തു. ഏത് IIT ആയിട്ടാണ്? ആൻസർ ഏതാണ്? IIT ഡൽഹി ആണ്. IIT ഡൽഹിയുമായിട്ടാണ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഒരു CSR അഗ്രിമെന്റിൽ സൈൻ ചെയ്തത്. അടുത്ത ചോദ്യം, to deepen cooperation on legal and dispute resolution service between the two countries, India recently signed a memorandum of understanding. അതായത് MOU. MOU stands for Memorandum of Understanding with which country? സിംഗപ്പൂരാണ്. അപ്പൊ സിംഗപ്പൂരുമായിട്ട് ഇന്ത്യ ഒരു MOU സൈൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡീപ്പൻ കോപ്പറേഷൻ ഓൺ ലീഗൽ ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സർവീസിന് വേണ്ടിയിട്ടാണ്. ഡിസ്പ്യൂട്ടിന് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈനാണ് സിംഗപ്പൂരുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്തത്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2024 conducted recently near the Gulf of Oman is the joint exercise. ഇതൊരു സംയുക്ത സൈനിക അഭ്യാസമാണ്. ഏത്? മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2024. ഇത് ഗൾഫ് ഓഫ് ഒമാനിനടുത്ത് വെച്ചിട്ടാണ് നടന്നത്. ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? നേവീസ് ഓഫ് ചൈന, ചൈനയുടെ നേവീസ്, ഇറാൻ ആൻഡ് റഷ്യ. ഓപ്ഷൻ സി ആണ് ആൻസർ. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2024 ബിറ്റ്വീൻ നേവീസ് ഓഫ് ചൈന, ഇറാൻ ആൻഡ് റഷ്യ. മറക്കരുത്. അടുത്ത ചോദ്യം, ഹു വൺ ദ സംഗീത കലാനിധി അവാർഡ് 2024? സംഗീത കലാനിധി അവാർഡ് ഇത് എന്ത് അവാർഡാണെന്ന് അറിയാവോ? വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഓണേഴ്സ് ഇൻ കർണാട്ടിക് മ്യൂസിക്. കർണാട്ടിക് മ്യൂസിക്കിന്റെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉയർന്ന അവാർഡാണ് സംഗീത കലാനിധി അവാർഡ്. ഇത് 2024 ലഭിച്ചത് ആർക്കാണ്? TM കൃഷ്ണയ്ക്കാണ് കിട്ടിയത്. TM കൃഷ്ണയ്ക്കാണ് സംഗീത കലാനിധി അവാർഡ് 2024 ലഭിച്ചത്. അടുത്ത ചോദ്യം, as per the air quality index, which is the most polluted city in the world on March 2024? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ നെഗ്ലക്ട് ചെയ്ത് കളയണം. കാരണം ഡൽഹി ആൻസർ വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓരോ ടൈമിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡൽഹി എന്ത് ചെയ്യുന്നില്ല, ആദ്യത്തെ ഒരു 10 സ്ഥാനത്ത് പോലും ഇല്ല. ഡൽഹി കറക്റ്റ് ചെയ്ത് വരണുണ്ട്. പൊല്യൂഷൻ മാറ്റി വരുന്നുണ്ട്. സോ ഇപ്പൊ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സിറ്റി കട്ടക്കാണ്. ഓക്കെ, ഇന്ത്യൻ സിറ്റിയെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏതാണ്? കട്ടക്കാണ്. അപ്പൊ ഇതൊരു എന്ത് ക്വസ്റ്റ്യൻ ആണ്? മാറി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, in which state the Election Commission of India has launched a special campaign Mission 414 to maximize voter turnout in 414 polling stations. 414 പോളിംഗ് സ്റ്റേഷൻസിലെ വോട്ടർ ടേൺഔട്ട് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നു. ഏതോ ഒരു സ്റ്റേറ്റ്, മിഷൻ 414 എന്നാണ് അതിന്റെ ക്യാമ്പയിന്റെ പേര്. ഏത് സ്റ്റേറ്റ് ആണ് കൊണ്ടുവന്നത്? ഏത് സ്റ്റേറ്റ് ആണ്? ഓപ്ഷൻ ബി ആണ്, ഹിമാചൽ പ്രദേശ് ആണ്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. Which state government has decided to purchase land in Jammu Kashmir to provide accommodation and other facility to tourists and officials of the state visiting Jammu and Kashmir? ജമ്മു കാശ്മീർ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റിനും അതുപോലെ ഒഫീഷ്യൽസിനും ഒക്കെ താമസിക്കാനുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലെ ലാൻഡ് പർച്ചേസ് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മഹാരാഷ്ട്രക്കാണ്. നമുക്കറിയാം പുതിയ നിയമം അനുസരിച്ച് ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലം ഏത് ഇന്ത്യക്കാർക്ക് വേണമെങ്കിലും വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മഹാരാഷ്ട്രയാണ് അത് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്.
Niti Aayog recently launched an initiative called the Vocal for Local. The aim of the initiative. ഈ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ദ എയിം ഓഫ് ദ ഇനിഷ്യേറ്റീവ്, ഒന്നാമത്തത് ബോൾസ്റ്ററിംഗ് ലോക്കൽ എക്കണോമീസ് ആൻഡ് ഫോസ്റ്ററിംഗ് ഗ്രാസ് റൂട്ട്സ് എന്റർപ്രണർഷിപ്പ്. അതായത് നമ്മുടെ വ്യവസായ സംരംഭങ്ങൾ താഴ്ന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. വോക്കൽ ഫോർ ലോക്കൽ, ആ പേര് വെച്ച് തന്നെ പഠിക്കാൻ പറ്റും. അടുത്തത് നർച്ചറിങ് എ കൺഡ്യൂസീവ് എക്കോസിസ്റ്റം ഫോർ ലോക്കൽ ബിസിനസ് ടു ഫ്ലറിഷ്. ലോക്കൽ ബിസിനസ്സിന് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന നീതി ആയോഗിന്റെ പുതിയ ഇനിഷ്യേറ്റീവിന്റെ ഉദ്ദേശം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 2 ശരിയാണ്. അടുത്തത് who has been elected as the new chairman of Indian Banks Association IBA. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെ പുതിയ ചെയർമാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് MV റാവുവിനെയാണ്. ആരൊക്കെയാണ്? MV റാവുവിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, IMT ട്രൈലറ്റ് അല്ലേ? IMT 3 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള എക്സസൈസ് ആണ്. ഇത് 21-29 മാർച്ചിൽ നടന്നു. ഇതൊരു ജോയിന്റ് മാരിടൈം എക്സസൈസ് ആണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ആ IMT നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും. ഇന്ത്യ ഉണ്ട്, മൊസാംബിക് ഉണ്ട്, പിന്നെ ടാൻസാനിയ. അപ്പൊ ഇന്ത്യയും മൊസാംബിക്കും ടാൻസാനിയയും തമ്മിലുള്ള എക്സസൈസ് ആണ് IMT ട്രൈലറ്റ്. ഓക്കെ, ദെൻ വിച്ച് ഈസ് ഓപ്പറേഷൻ, വാട്ട് ഈസ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? എന്താണ്? It is the rescue mission to evacuate Indian citizen from Haiti. ഹെയ്റ്റിയിൽ നിന്നും, എന്താണ്, ഡൊമിനിക് റിപ്പബ്ലിക്കിലുള്ള സ്ഥലമാണ് ഹെയ്റ്റി. ഈ ഹെയ്റ്റിയിൽ നിന്നും 12 ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ഇത്. ഇവാക്യുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്റ്റിയിൽ നിന്നും. ഓക്കെ, മറക്കരുത്, ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്റ്റിയിൽ നിന്നും 12 ഇന്ത്യക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള റെസ്ക്യൂ മിഷനാണ് ഇത്, ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പൊ തന്നിട്ടുള്ളതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.